നമസ്കാരം. സമ്പൂർണ്ണ നാറ്റോ സഖ്യത്തിന്റെ ആയുധബലത്തിന് മുന്നിൽ റഷ്യയുടെ പോരാളികൾ പതറില്ല. പതിവ് ശക്തി പ്രകടനങ്ങൾക്ക് വിരുദ്ധമായി ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ നയതന്ത്ര വിജയങ്ങളുടെയും കരുത്താണ് ഈ വർഷം റെഡ് സ്ക്വയറിൽ നിഴലിച്ചത്. ഉക്രൈനിൽ അമേരിക്കൻ സ്പോൺസേഡ് അധിനിവേശത്തിനെതിരെ പോരാടുന്ന റഷ്യൻ സൈനികർക്ക് ആവേശം പകർന്ന ഉത്തര കൊറിയൻ സൈനിക യൂണിറ്റുകൾ കൂടി പരേഡിൽ അണിനിരുന്നത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാവുന്നു. പുടിൻ തന്റെ പ്രസംഗത്തിൽ അടിവരയിട്ടതുപോലെ അന്നത്തെ മഹാവിജയം നൽകിയ ഊർജമാണ് ഇന്നും റഷ്യൻ സൈനികരെ നയിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ സ്കെയിൽ ഡൗൺ എന്ന് വിശേഷിപ്പിക്കുമ്പോഴും സത്യത്തിൽ റഷ്യ തന്റെ സൈനിക ശേഷി പൂർണ്ണമായും യുദ്ധമുഖത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കനത്ത യുദ്ധോപകരണങ്ങൾ പരേഡിൽ പ്രദർശിപ്പിക്കാത്തത് അവയെല്ലാം അതിർത്തിയിൽ ശത്രുവിനെ തുരത്താൻ വിന്യസിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഈ വർഷത്തെ പരേഡിൽ ഏറ്റവും വലിയ സവിശേഷത ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യമായിരുന്നു. കിങ് ജോൺ ഉന്നിന്റെ നേതൃത്വത്തിലുള്ള ഉത്തര കൊറിയയും പുടിന്റെയും റഷ്യയും തമ്മിലുള്ള അചഞ്ചലമായ ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. അമേരിക്കയുടെയും സഖ്യകക്ഷിയുടെയും ഉപരോധങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഇരു രാജ്യങ്ങളും ഐക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരേഡിൽ പങ്കെടുത്ത ഉത്തര കൊറിയൻ സൈനികർ പാശ്ചാത്യ മേധാവിത്വത്തിന് നൽകുന്ന താക്കീത് ചെറുതൊന്നുമല്ല. ഏഷ്യയും യൂറോപ്പിലും ഒരേ സമയം സ്വാധീനമുറപ്പിക്കാൻ ഈ സഖ്യത്തിലൂടെ റഷ്യക്ക് സാധിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിക്കപ്പെട്ട 3 ദിവസത്തെ വെടിനിർത്തലും തടവ് പുള്ളികളുടെ കൈമാറ്റവും റഷ്യയുടെ നയതന്ത്ര വിജയമായി വേണം കാണാൻ. 1000 തടവ് പുള്ളികളെ കൈമാറാനുള്ള തീരുമാനം റഷ്യൻ സൈനികരുടെ സുരക്ഷയ്ക്ക് തിരിച്ചുവരവിനും പുടിൻ നൽകുന്ന മുൻഗണനയായാണ് കാണുന്നത്. എന്തായാലും സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയെ പോലുള്ള നേതാക്കളുടെ സാന്നിധ്യം യൂറോപ്യൻ യൂണിയനുള്ളിൽ തന്നെ വിള്ളലുകളെയും റഷ്യയോടുള്ള ആഭിമുഖ്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിക്കാറായി എന്ന് പുടിൻ സൂചിപ്പിക്കുമ്പോൾ അത് റഷ്യയുടെ ലക്ഷ്യങ്ങളെ കൈവരിച്ച ശേഷമുള്ള ഒരു ശാശ്വത സമാധാനത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. ഹെവി ടാങ്കറുകൾക്ക് പകരം ഡ്രോണുകളുടെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും ദൃശ്യങ്ങൾ വലിയ സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്നത് റഷ്യയുടെ മാറിയ യുദ്ധതന്ത്രത്തിന്റെ അടയാളമാണ്. സാറ്റലൈറ്റ് അധിഷ്ഠിത പോരാട്ടങ്ങളിൽ റഷ്യ കൈവരിച്ച പുരോഗതി പാശ്ചാത്യ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. സുരക്ഷാ കാരണങ്ങളാൽ ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് ജനങ്ങളുടെ സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുമാണെന്ന് റഷ്യ വ്യക്തമാക്കുകയാണ്. റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകരുമെന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ പതറാത്ത ആത്മവിശ്വാസത്തോടെ വിജയദിനം ആഘോഷിക്കാൻ മോസ്കോയ്ക്ക് സാധിച്ചു. എന്തായാലും റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും ചൈനയുടെയും ഒപ്പം നിൽക്കുന്ന ബെലാറസ്, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ചേരുന്ന ഈ സഖ്യം ഒരു മൾട്ടിപോളർ ലോകത്തിന്റെ ഉദയമാണെന്ന് വിളംബരം ചെയ്യപ്പെടുന്നത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഇനി ലോകത്തിനു മേൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് അർത്ഥം.